my dear students, a very good morning, and we are going to the next session of our classes. And we were dealing with the emerging concepts of business organizations, and we have seen a lot of concepts. And നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിൽക്കുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സിലാണ് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിലാണ്. ആൻഡ് നമ്മളവിടെ എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ കണ്ടിരുന്നു. നമ്മളൊരു ഡെഫിനിഷനൊക്കെ പഠിച്ചു അല്ലേ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ. മാത്രമല്ല ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ it is the free flow of materials and other equipments towards the organization and from the organization എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഏറ്റവും ബ്രീഫായിട്ടുള്ളൊരു ഡെഫിനിഷനായിട്ട് നമ്മൾ പഠിച്ച് വിശദമായിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ വേറെ ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദിസ് ക്ലാസ് വി ക്യാൻ സീ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. അതിൽ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ദർ ആർ എ ലോട്ട് ഓഫ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ്, സോ മെനി ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ഒരു ഫ്രീ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫ്രീ ഫ്ലോ ഓഫ് എക്യുപ്മെൻറ്റ്സ്, ഫ്രീ ഫ്ലോ ഓഫ് മെഷീനറി ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, അതായത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിനോടനുബന്ധിച്ച് ആദ്യമായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഓക്കെ, ആൻഡ് വാട്ട് യു മീൻ ബൈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? വിതൗട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വി കനോട്ട് എൻഷുവർ ദ ഫ്രീ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് അല്ലേ. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുക, അതെന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് forecasting the demand that may rise in future. That is demand forecasting. Alle, how many units will be demanded by the consumers and what type of products they will demand, what is their preference and what is their taste and what are the needs and wants of consumers, and all those should be analyzed and all those should be forecasted by a particular unit. Forecasting is the result of demand analysis. Demand analysis is an important and broader method or broader process that the marketer will do for the purpose of demand forecasting. And demand forecasting എന്ന് പറയുന്നത് ഡിമാൻഡ് അനാലിസിസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ stating that this much amount or this much units will be demanded, 10,000, 50,000 or 1 lakh units will be demanded by the ആ യൂണിറ്റ്സിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പലപ്പോഴും എന്ത് നടക്കുമ്പോഴാണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടക്കുമ്പോഴാണ്. ഡിമാൻഡ് അനാലിസിസിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്തിനെ കാണാം, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുക എന്നുള്ളതാണ് ഒരു മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിന് വേണ്ടി ആദ്യമായിട്ട് അയാൾ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കസ്റ്റമർ സർവീസ്. ആൻഡ് വാട്ട് യു മീൻ ബൈ കസ്റ്റമർ സർവീസ്? ഓൾമോസ്റ്റ് ഓൾ ദ business organizations they are aiming to ensure the satisfaction and ensure the service to the consumers. And customer satisfaction and customer service is very much needed for this logistics management. ഒരു ഹയർ ഡിഗ്രി ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഹയർ ഡിഗ്രി ഓഫ് കസ്റ്റമർ സർവീസും പ്രതീക്ഷിക്കുന്ന ഓർഗനൈസേഷനുകൾക്ക് മാത്രമേ എന്തിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കുള്ളൂ, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കുള്ളൂ. ആൻഡ് ലോജിസ്റ്റിക്സ് ഈസ് കൺസേൺ വിത്ത് ഡെവലപ്പിംഗ് സിസ്റ്റംസ് ആൻഡ് കോർഡിനേറ്റിംഗ് പ്രോസസ്സസ് ടു എൻഷുവർ ദാറ്റ് ദ കൺസ്യൂമർ സർവീസ് ഗോൾസ് ആർ മെറ്റ്. കസ്റ്റമർ സർവീസ് ഗോൾസ് നമ്മൾ വേണ്ട രീതിയിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതിന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റംസ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇതിൻ്റെയൊക്കെ ആകെത്തുകയാണെന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമർ സർവീസിന് വളരെയധികം പ്രാധാന്യമുണ്ട് എവിടെ, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഓർഡർ പ്രോസസ്സിംഗ്
order processing. And what is order processing? ആരാണ് ഓർഡർ കൊടുക്കുന്നവർ? കസ്റ്റമേഴ്സ് വിൽ give the organization orders. Order for this much goods and this much goods for a particular price per unit, and this much specifications, inna color, inna smell, inna quality എന്നൊക്കെ പറഞ്ഞിട്ട് the order will be given by the customers, and that order should be processed in a particular and in an effective way. അല്ലെ, ആ ഓർഡർ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്യാനും അതായത് ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഓർഡർ നമ്മൾ അത് വായിച്ചു നോക്കി മനസ്സിലാക്കി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് എല്ലായിടത്തും റിട്ടൺ ആയിട്ടുള്ള ഓർഡേഴ്സ് ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ഓറൽ ആയിട്ടുള്ള ഓർഡേഴ്സ് ആയിരിക്കാം സ്വീകരിക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്യണം, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യണം, നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യണം, അതിനനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഗുഡ്സും സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അറ്റ് ദി സെയിം ടൈം എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യണം. ആൻഡ് ഓൾസോ ആഫ്റ്റർ സെയിൽ സർവീസ് ഷുഡ് ഓൾസോ ബി given to the consumer. So that's the particular way of processing the orders. അല്ലേ, എങ്ങനെയാണ് ഓർഡർ പ്രോസസ്സ് ചെയ്യുക, എങ്ങനെയാണത് മീറ്റ് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എങ്ങനെയാണ് നമുക്ക് ഓർഡേഴ്സ് കളക്ട് ചെയ്യാനും അത് പ്രോസസ്സ് ചെയ്യാനും സാധിക്കുന്നത്. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്? ലോജിസ്റ്റിക്സിൻ്റെ. നമ്മൾ പറഞ്ഞ ആ ഒരൊറ്റ വാചകത്തുമ്പോഴാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്രീ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അല്ലേ, ഓർഡേഴ്സ് വീണ്ടും വിധം പ്രോസസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ആ ഒരു ഫ്രീ ഫ്ലോ നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കില്ല. അല്ലെ, ടൈമിലി നമ്മൾക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ സാധിക്കണം. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഓർഡേഴ്സിനെ നമ്മളിപ്പോൾ മാർച്ച് 31 ഗുഡ്സ് ഡെലിവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഓർഡർ within March 31 we should be able to meet that order, and we should be able to deliver those goods according to the order. അത് സാധിച്ചിരിക്കണം. മാർച്ച് 31 ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഒരു ഓർഡർ പ്രോസസ്സിങ്ങിൻ്റെ പ്രത്യേകത. വളരെ എഫക്റ്റീവായിട്ടൊരു സിസ്റ്റം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ദാറ്റ്സ് എ തേർഡ് ആക്ടിവിറ്റി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് material handling. And what do you mean by material handling? Material, especially raw materials. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് റോ മെറ്റീരിയൽസ് ആണ്. ഹൗ വി ആർ ഗിവിങ് ഓർഡേഴ്സ് ഫോർ ദി മെറ്റീരിയൽസ് ടു ദി സപ്ലയേഴ്സ്. അല്ലെ, സപ്ലയേഴ്സിന് എങ്ങനെയാണ് മെറ്റീരിയൽസിൻ്റെ ഓർഡർ കൊടുക്കുന്നത്, ആൻഡ് വാട്ട് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് വാട്ട് ഓൾ തിങ്സ് വി ആർ പ്രിപ്പയറിങ് ഫോർ to be handed over to the suppliers. And ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റിലാണോ വാങ്ങിക്കുന്നത്, ക്യാഷിലാണോ വാങ്ങിക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മളത് ആ ഗുഡ്സിൻ്റെ ഡെലിവറി നമ്മൾ എടുക്കുന്നത്, നമ്മൾ സ്വന്തം വാഹനത്തിലാണോ, ഇതൊക്കെ തീർച്ചയായിട്ടും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അറ്റ് ദി സെയിം ടൈം നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവന്ന മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണത് സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ, അതോടൊപ്പം തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഡിവൈസുകൾ, ഏതൊക്കെ ഡിവൈസുകളാണ് നമ്മൾ യൂസ് ചെയ്യണത്. ദർ ആർ സോ മെനി ഡിവൈസസ് യൂസ് ഫോർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ. അത് ഏതൊക്കെ ഡിവൈസ് വളരെ നമ്മുടെ ഫ്രീ ഫ്ലോ വെരി എഫക്റ്റീവ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഉപകരണങ്ങളാണ് എന്തെന്ന് പറയുന്നത്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. സോ എപ്പോഴും നമുക്ക് ഇപ്പോൾ ലേബറേഴ്സിനെ കൊണ്ട് അത് മാനുവലായിട്ട് അത് എടുത്ത് വെപ്പിക്കാനൊന്നും വളരെ ചിലപ്പോൾ ബൾക്കായിട്ടുള്ള വലിയ ഭാരമുള്ള ഗുഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ഈസിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അത് വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് പ്രോപ്പർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഡാമേജസ് ആൻഡ് ഇംപ്രൂവ് ദ സ്പീഡ് ഓഫ് ഇൻവെൻറ്ററി ഫ്ലോ ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ക്വിക്ക് ഓർഡർ പ്രോസസ്സിംഗ്. നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസുകൾ ഡാമേജ് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ ഫ്രീ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ഇംപ്രൂവ് ചെയ്യും. ആൻഡ് അറ്റ് ദി സെയിം ടൈം നമ്മുടെ സ്പീഡ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ആൻഡ് വി ക്യാൻ മീറ്റ് ദ ഓർഡേഴ്സ് effectively. So that's next one, material handling. And the next one is inventory control. Inventory control. And inventory means inventory is equal to stock of
materials, semi-finished goods and finished goods is called as inventory. And this inventory should be kept in the proper control and should be under control, and there should not be any overstocking or understocking of this inventory. Inventoryയുടെ overstocking ഉണ്ടാവാൻ പാടില്ല, understocking ഉണ്ടാവാൻ പാടില്ല. If there is overstocking, automatically we can interpret that there is a blocking of amount in the inventory. At the same time, if there is understocking, that may be the reason for the hindrance of a smooth production flow. So that is the peculiarity of inventory control. Inventory control അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, സാധിച്ചിരിക്കണം. സോ that's also a part of logistics management. And the next one is the procurement. Procurement is an activity, and what is the matter or the thing which can be procured. എന്താണ് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത്? എസ്പെഷ്യലി വി ക്യാൻ പ്രൊക്യൂർ materials, raw materials. At the same time we can procure money. At the same time we can procure machinery. Procure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുക, നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ്, നമുക്ക് ആവശ്യമുള്ള മെഷീനറി, നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ അത് എവിടെ നിന്നാണോ അത് കിട്ടേണ്ടത് കറക്റ്റ്. ഇപ്പോൾ എസ്പെഷ്യലി ഫോർ ഫിനാൻസ്, നമ്മൾ ഫിനാൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. വൈൽ സ്റ്റഡിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ദർ ഷുഡ് ബി പ്രോപ്പർ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സോഴ്സസ്. ആൻഡ് അതർവൈസ് നമുക്ക് എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വിഷമിക്കേണ്ടതായിട്ട് വരും, ദുഃഖിക്കേണ്ടതായിട്ട് വരും. ആൻഡ് വി കനോട്ട് മീറ്റ് വിത്ത് ആൻഡ് വി കനോട്ട് ബെയർ വിത്ത് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടേറിയ സംഭവമായിട്ട് മാറാം. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് കറക്റ്റായിരിക്കണം. നമ്മൾ എവിടെ നിന്നാണോ ഫിനാൻസ് റേസ് ചെയ്യുന്നത്, ഇറ്റ് ഷുഡ് ബി ദ കറക്റ്റ് സോഴ്സ്. And the combination of this capital structure, combination of this financial sources should be the correct one. ആ കോമ്പിനേഷൻ റൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരില്ല. ലൈക്ക്വൈസ് ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്ന് adequate പ്രൈസിന് വിതൗട്ട് എനി ന്യൂസൻസ്, വിതൗട്ട് എനി ഹിൻഡ്രൻസ് അത് സപ്ലൈ ചെയ്യുക. സ്മൂത്ത് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ഷുഡ് ബി എൻഷ്യൂർഡ്, അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് ആയാലും മെഷീനറി പെട്ടെന്നൊന്ന് ബ്രേക്ക് ഡൗൺ ആയി, എങ്ങനെയാണ് അത് നന്നാക്കാനായിട്ട് സാധിക്കുക? അത് ദൂരെ കൊണ്ടുപോയിട്ടൊക്കെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള മെഷീനറി ഏറ്റവും അടുത്ത് കിട്ടുന്ന രീതിയിൽ നമുക്കത് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. സോ ദാറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊക്യൂർമെൻറ്റ്, ആക്ടിവിറ്റി ഓഫ് പ്രൊക്യൂർമെൻറ്റ്. അപ്പോൾ പ്രൊക്യൂർമെൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് ലോജിസ്റ്റിക്സിൽ. കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുന്നതിന്, ഫ്രീ ആയിട്ടുള്ള ഫ്ലോ ഉറപ്പുവരുത്തുന്നതിന്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇഫ് വി ആർ സെലക്ടിങ് എ റോങ് സപ്ലയർ, ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ആദ്യത്തെ 1-2 ഓർഡേഴ്സ് അയാൾ പെട്ടെന്ന് മീറ്റ് ചെയ്ത് തന്നേക്കാം. അതേസമയം പിന്നീട് വരുമ്പോൾ ചില ലാഗിങ്, ചില ഡിലേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് അത് എന്താവും, ബുദ്ധിമുട്ടിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്ഷൻ ആയിരിക്കും അതുമൂലം എന്ത് ചെയ്യാൻ പോകുന്നത്, തകരാറിലാവാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ പ്രൊക്യൂർമെൻറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ലൊക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് വെയർ ഹൗസസ്. പ്ലാന്റിൻ്റെയും വെയർഹൗസുകളുടെയും ലൊക്കേഷൻ, അല്ലേ? ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്ലാന്റ് ഇരിക്കുന്നത് തൃശ്ശൂരാണെന്ന് വിചാരിക്കുക. ആൻഡ് ഇറ്റ്സ് ദ വെയർഹൗസ് ഇസ് അറ്റ് കാസർഗോഡ്. ദെൻ നമുക്കറിയാം അത് കാര്യം വിത്തിൻ ദ സെയിം സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ദർ ആർ സോ മെനി ഡിഫിക്കൽട്ടീസ് ഇൻ ട്രാൻസ്പോർട്ടിങ് ദ മെറ്റീരിയൽസ്, അല്ലേ? മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ കാര്യമായിട്ടുള്ള, അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റിൻ്റെ ഏറ്റവും അടുത്ത്, ഏറ്റവും നിയർ ബൈ പ്ലേസിലായിരിക്കണം എന്തുണ്ടായിരിക്കേണ്ടത്, ഗോഡൗൺ ഉണ്ടായിരിക്കേണ്ടത്. സോ ട്രാൻസ്പോർട്ടേഷൻ ഈസിലി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നടത്താനായിട്ട് സാധിക്കും, അല്ലേ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ പ്ലാന്റിൽ മെറ്റീരിയൽ ആവശ്യമുള്ള സമയത്ത് നമുക്കത് ദൂരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ദൂരെ പോയിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പാടില്ല. പ്ലാന്റ് ആൻഡ് ദ godown should be placed in an by seeing all the factors and as far as possible at the nearby places. Okay, and
the plants and warehouses are located in ideal places so that cost of storing and transport is reduced to the minimum. And location is very important. The selection of location is very important. And next one is packaging. The next important activity, logistic activity, is packaging. And what do you mean by packaging? What is packaging? And this packaging is always compared to a silent advertisement. And why packaging is a silent advertisement? എന്തുകൊണ്ടാണ് പാക്കേജിങ്ങിനെ നമ്മൾ സൈലന്റ് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കാണുന്നത്? ബിക്കോസ് when a customer is selecting and when a customer is choosing the product, then he will read and he will check all the matters imprinted on the package of the container അല്ലെങ്കിൽ of that product. പാക്കേജിലുള്ള ഇൻഫർമേഷൻസ് ആണ് അയാൾ എന്ത് ചെയ്യുന്നത്, വായിച്ചു നോക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ സൈലന്റ് അഡ്വർടൈസ്മെൻറ്റ് ഓൾസോ, ആൻഡ് ഇറ്റ് ഗിവ്സ് ദ നെസസറി ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ഇറ്റ്സ് പ്രൈസ്, regarding its ingredients, and regarding its usage, and all these matters are there on the package. And if it should also be attractive also, and attractive ആയിരിക്കണം, then the customers will demand it at a higher rate, and they will choose and they will select them. So that is packaging. That is the importance of packaging. Packaging is an important marketing process. അല്ലെ, മാർക്കറ്റിംഗ് പ്രോസസ്സാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദി സെയിം ടൈം we should see that for effective transportation and for effective flow of materials, flow of goods, this goods should be effectively packed. നല്ല രീതിയിൽ അത് പാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ചെറിയൊരു 1 ലിറ്റർ കോക്കനട്ട് ഓയിൽ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടെയ്നർ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടെയ്നർ ആയിരിക്കണം, അല്ലേ? നമുക്ക് ഫ്രീലി അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാകത്തിനത് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് മിക്കവാറും എല്ലാ കമ്പനിക്കാരും അത് ശ്രദ്ധിക്കുന്നതാണ്. പാക്ക് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നില്ല എങ്കിൽ കൂടിയും നമ്മളത് അവരൊക്കെ അതങ്ങനെ ശ്രദ്ധിച്ച് ചെയ്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പാക്കേജിങ് നമുക്ക് എന്ത് ചെയ്തത് കിട്ടിയതും ഫ്രീ ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ അവരിതുപോലെ മെറ്റീരിയൽസൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ഡാമേജ് ആയിട്ട് പോവും, അല്ലേ? ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോവും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ പാക്കേജിങ് ശ്രദ്ധിക്കണം. ആൻഡ് ഇറ്റ് ഓൾസോ ആഡ്സ് സം വാല്യൂ ടു ദ ഗുഡ്സിന് വാല്യൂ കൂട്ടുന്ന ഒരു സംഗതിയാണ് എന്തെന്ന് പറയുന്നത്, പാക്കേജിങ് എന്ന് പറയുന്നത്. സോ അത് വളരെ കാര്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാക്കേജിങ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വെയർഹൗസിങ്. Warehousing is also an important part of logistics management. And warehousing is the place at which the products are kept for safe custody until it is demanded in the plant, അല്ലേ? പ്ലാന്റിൽ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത്, ഓർ അണ്ടിൽ ഇറ്റ് ഈസ് കൺസ്യൂംഡ് ബൈ ദ കൺസ്യൂമേഴ്സ്, ആ ഒരു സമയം വരെ, അല്ലെങ്കിൽ അണ്ടിൽ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി മാർക്കറ്റ്. ഇപ്പോൾ മെറ്റീരിയൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴാണോ അത് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത് അതുവരെ കീപ്പ് ചെയ്യാനായിട്ടൊരു സമയം വേണം, അല്ലേ? ഫിനിഷ്ഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഫിനിഷ്ഡ് ഗുഡ്സ് കസ്റ്റമർ എന്നാണോ ഡിമാൻഡ് ചെയ്യുന്നത് അതുവരെ നമ്മളത് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എന്നാണോ നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് അതുവരെ നമ്മളത് എന്ത് ചെയ്തിരിക്കണം, സേഫ് കസ്റ്റഡിയിൽ നമ്മൾ വെച്ചിരിക്കണം, അല്ലേ? അപ്പോൾ സോ ആ വെയർഹൗസിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള വെയർഹൗസിങ് ഫെസിലിറ്റീസ് അവർക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേസമയം ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുന്ന വെയർഹൗസുകൾ, അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു ഷെയർ നമ്മൾ ഫ്രണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും വെയർഹൗസിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അഡ്ജസ്റ്റ് സപ്ലൈ to the demand and thereby provides timely utility to the product. അഡ്ജസ്റ്റ് ചെയ്യുക, പ്രൊഡക്ഷനും ഡിമാൻഡും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അല്ലേ? പ്രൊഡ്യൂസ് ചെയ്ത സംഭവം അപ്പം തന്നെ ആരും ഡിമാൻഡ് ചെയ്യണമെന്നില്ല, കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യണമെന്നില്ല. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ മെറ്റീരിയൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അത് എന്ത് ചെയ്യണമെന്നില്ല, യൂട്ടിലൈസ് ചെയ്യണമെന്നില്ല. ദർ ഇസ് എ ഗ്യാപ്പ്. ആ ഗ്യാപ്പ്, ടൈം ഗ്യാപ്പാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, വെയർഹൗസിങ്ങിലൂടെ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് പ്രൊവൈഡ്സ് ദ ടൈം യൂട്ടിലിറ്റി ടു ദ കൺസ്യൂമേഴ്സ്,
അല്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പം തന്നെ അത് ആർക്ക് കൊടുക്കാനാണ്? കൺസ്യൂമേഴ്സിന്. ദാറ്റ് ഇസ് ടൈം യൂട്ടിലിറ്റി. Whenever it is demanded by the consumer, it should be available with them. അല്ലേ? അതാണ് ടൈം യൂട്ടിലിറ്റി. അപ്പോൾ ആ ഒരു ടൈം യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് എന്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വെയർ ഹൗസിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ. Transportation is also an important thing. And what do you mean by transportation? അറിയാത്ത ആരുമില്ല എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ആൻഡ് it is a process which helps us to carry goods from one place to another place. That is transportation. And for that purpose we are using so many vehicles, so many methods of transportation: water transport, air transport, road transport, and all these pipeline transportation, and all these type of ട്രാൻസ്പോർട്ടേഷൻ. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ നമുക്കറിയാം ഫ്രീ ഫ്ലോ നടക്കില്ല എന്നുള്ളത്. ഇപ്പോൾ സപ്ലയറുടെ അടുത്ത് നിന്ന് റോ മെറ്റീരിയൽസ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരണമെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ വേണം. അല്ലെങ്കിൽ പിന്നെ അത്രയും തൊട്ടടുത്തുള്ള ബിസിനസ് യൂണിറ്റുകളായിരിക്കണം. സപ്ലയറുടെ യൂണിറ്റും അറ്റ് ദ സെയിം ടൈം നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ, റോ മെറ്റീരിയൽ വാങ്ങിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ഒരേ അടുത്തടുത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെയാണ് വെറുതെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. പക്ഷേ ആവുന്നതും അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. സോ ആ ഒരു എന്താ പറയുക, transportation is very important, and it moves products from place of production to the place of consumption. Place of production നിന്ന് place of consumptionലേക്കുള്ളൊരു മൂവ്മെൻറ്റ്, അതാണ് എന്തിലൂടെ നമ്മൾ നോക്കുന്നത്, ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. The next one is reverse logistics. And what do you mean by reverse logistics? Reverse logistics means just reverse of the original logistics movements. That means when we are bringing the raw materials or when we are purchasing the raw materials are brought to our organization, but there is a reverse logistics that sometimes we may return those raw materials to the suppliers due to many reasons, due to inferior quality or due to time delays. ചിലപ്പോൾ അത് എന്ത് ചെയ്തെന്ന് വരാം, റിട്ടേൺ ചെയ്തെന്ന് വരാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. At the same time, the products we have distributed to the consumers, and some products may be returned by the consumers to us due to so many reasons. ഡിഫക്റ്റീവ്സ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, ഇൻഫീരിയർ ക്വാളിറ്റി ആയിരിക്കാം. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ അത് നമുക്ക് തന്നെ റിട്ടേൺ ചെയ്തു പോകുന്നു. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ഈ റിവേഴ്സ് ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒറിജിനൽ ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന മൂവ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? റിവേഴ്സ് ലോജിസ്റ്റിക്സ്. അപ്പോൾ രണ്ടും അതിൻ്റെ ഭാഗമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച റോ മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഡിഫക്റ്റീവായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു റിട്ടേൺ ഇറ്റ് ടു അവർ സപ്ലയേഴ്സ്. നമ്മുടെ സപ്ലയേഴ്സിലേക്ക് അത് റിട്ടേൺ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതേസമയം നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇൻഫീരിയർ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അവരത് റിട്ടേൺ ചെയ്യുമ്പോൾ വാങ്ങിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടി തന്നെയാണ്? നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ്. സോ ഇതൊക്കെ ഈ പറഞ്ഞ രണ്ട് എക്സാമ്പിൾസും എന്തിൻ്റെ ഭാഗമാണ്? റിവേഴ്സ് ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമാണ്. അറ്റ് ദ സെയിം ടൈം ദീസ് റിട്ടേൺഡ് ഗുഡ്സ്, ഇപ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് തന്ന റിട്ടേൺഡ് ഗുഡ്സ് നമ്മൾ കൊടുത്തത് സപ്ലയേഴ്സ് നോക്കിക്കോളും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അത് അവരവരുടേതായിട്ടുള്ള രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ അത് റീപ്രോസസ്സ് ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ സാൽവേജ് സ്ക്രാപ്പായിട്ട് അത് വിൽക്കുകയോ ഒക്കെ ചെയ്യാം അവർക്ക്. അത് അവർ ചെയ്യട്ടെ. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തന്ന പ്രോഡക്ട്സ്, നമുക്ക് തിരിച്ചു തന്ന പ്രോഡക്റ്റുകൾ നമ്മളെങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലേ? നമ്മളതിനെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഇപ്പോൾ പാക്കേജിങ്ങിലൊക്കെയാണ് അത് കംപ്ലൈൻറ്റ് വരുന്നതെങ്കിൽ ആ പാക്കേജിങ് നമുക്കൊന്നും കൂടി റീഫ്രഷ് ചെയ്യാം, നമുക്കൊന്നും കൂടി അതിനെ റിവൈസ് ചെയ്യാം.
അതല്ല വേറെ എന്തെങ്കിലും അതിൽ കുറച്ചും കൂടി പ്രോസസ്സ് ബാക്കിയുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള പ്രോസസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് അതേ കസ്റ്റമർക്ക് തന്നെ അല്ലെങ്കിൽ വേറെ കസ്റ്റമേഴ്സിന് നമുക്കത് എന്ത് ചെയ്യാവുന്നതാണ്, കൊടുക്കാം. ഇതൊന്നിനും പറ്റിയില്ലെങ്കിൽ നമുക്കതിനെന്ത് ചെയ്യാം, സ്ക്രാപ്പായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വിൽക്കാനായിട്ട് സാധിക്കും. സോ അതിൽ നിന്നും കിട്ടുന്ന പൈസയെങ്കിലും നമ്മുടെ ലാഭത്തിൽ കുറച്ച് കുറവ് വന്നാലും നഷ്ടം ഉണ്ടാവാതെ ഇരിക്കാനായിട്ടുള്ളൊരു മാർഗമായിട്ട് അത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ സാൽവേജ് ആൻഡ് സ്ക്രാപ്പ് ഡിസ്പോസൽ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. നല്ല പ്രോഡക്ട്സ് വിൽക്കുന്നത് പോലെ തന്നെ നല്ല പ്രോഡക്ട്സ് വിൽക്കാനായിട്ട് കാണിക്കുന്ന ആ ഒരു ഉത്സാഹം തന്നെ ചീത്തയായ പ്രോഡക്ട്സ് കുറവ് വിലയ്ക്ക് വിൽക്കുന്നതിലും സ്ക്രാപ്പുകൾ നമ്മൾ വിൽക്കുന്നതിലൊക്കെ കാണിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദെൻ അതാണ് അടുത്തതായിട്ട് പറയുന്ന ലോജിസ്റ്റിക് ആക്ടിവിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആഫ്റ്റർ സെയിൽസ് സർവീസ് സപ്പോർട്ട്. ആഫ്റ്റർ സെയിൽസ് സർവീസ് ഇസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവരാരുമില്ല. സെയിൽസിന് ശേഷമുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസ്, ഇൻസ്റ്റലേഷൻ സർവീസ് ആയിരിക്കാം, റിപ്പയർസ് ആയിരിക്കാം, മെയിൻ്റനൻസ് ആയിരിക്കാം, ആൻഡ് കളക്ടിങ് ഫീഡ്ബാക്ക് ഫ്രം ദ കസ്റ്റമേഴ്സ് ആയിരിക്കാം, ആൻഡ് ഇംപ്രൂവിങ് ദ പ്രോഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സജഷൻസ്, റെക്കമെൻഡേഷൻസ്, ഇതൊക്കെ ആഫ്റ്റർ സെയിൽസ് സർവീസിൽ പെടുന്നതാണ്. അപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസിന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. നമ്മൾ വിറ്റ ഒരു സാധനത്തിന് കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് കസ്റ്റമേഴ്സ് വിളിച്ചു പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളെ അത് അറിയിക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് ടേക്ക് ദ പ്രോപ്പർ സ്റ്റെപ്സ് ടു റീഡ്രസ് ദാറ്റ് കംപ്ലൈൻറ്റ്. ആൻഡ് വി ക്യാൻ സെൻഡ് എൻ എക്സ്പേർട്ട് ആൻഡ് വി ക്യാൻ സെൻഡ് എ ടെക്നീഷ്യൻ ടു ദെയർ ഹൗസ് ആൻഡ് the technician will repair that product. അതിനുള്ളൊരു അവസരം നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി കൊടുക്കണം. അത് വിറ്റ് കഴിഞ്ഞ സാധനത്തിനാണ് നമ്മൾ ഇന്ന് നോക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള സെയിൽസിനെ ആയിരിക്കും അത് എന്ത് ചെയ്യാൻ പോകുന്നത്, ബാധിക്കാൻ പോകുന്നത്. അല്ലേ, ഷുഡിൻ ബി എനി ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ്. ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാര്യമായിട്ട് എന്ത് ചെയ്യില്ല, നടക്കില്ല. ഒരു കാര്യം, രണ്ട് കാര്യം, അത് മൂന്ന് കാര്യം, അങ്ങനെ അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതോടുകൂടി ആഫ്റ്റർ സെയിൽ സർവീസിലുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആരുടെ കുറയും, കസ്റ്റമേഴ്സിൻ്റെ കുറയും. ആൻഡ് ദേ വിൽ ഗീവ് എൻ ഓറൽ പബ്ലിസിറ്റി ടുവേർഡ്സ് ദിസ് മാറ്റർ ടു അതർ കസ്റ്റമേഴ്സ് ഓൾസോ, ആൻഡ് ദിസ് വിൽ ഡിക്രീസ് ദ സെയിൽസ്. സോ after sales support is an important thing. And the next one is communication. And communication should be effective and free. It will help. And how will we communicate the matters to the consumers, and how we will communicate the matters to our suppliers? That's very important. And modern devices and modern techniques should be used when we are giving orders to our suppliers. Modern devices, fax machines and other email system and social media, even social media can be used for communicating with the suppliers and also with our customers. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ്, പ്രത്യേകിച്ചും നമുക്കറിയാം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെ കേസിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ്. Proper advertisement channel, proper advertisement message, and all these should be designed so that everything and all the necessary informations relating to our products and services can be communicated to our customers. And the customers nowadays, the customers all are educated, and educated means they know the recent and relevant trends in the markets, and they can apply more modified techniques and all these things. So quicker communication and effective communication is an important part of logistics management. So these are the various activities related to ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ഒരു 15ഓളം ആക്ടിവിറ്റീസാണ് നമ്മളിവിടെ എന്ത് ചെയ്തത് പറഞ്ഞത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, കസ്റ്റമർ സർവീസ്, ഓർഡർ പ്രോസസ്സിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ഇൻവെൻറ്ററി കൺട്രോൾ, പ്രൊക്യൂർമെൻറ്റ്, ലൊക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് വെയർ ഹൗസസ്, പാക്കേജിംഗ്, വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, റിവേഴ്സ് ലോജിസ്റ്റിക്സ്, handling of return goods, salvage and scrap disposal,
after sales service support and communication. So these are the various logistics activities, and we can go to the objectives of logistics. And what is the important objective, and what is the necessity of logistics management in an organization? എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ? Objectives are do not cause any hindrance or for the smooth flow of production. It's an important objective of logistics. And to ensure customer satisfaction, another important objective. And the next one is effective and efficient utilization of our available resources is an important objective. And the next one, to give as much as value of the products. Like there are so many types of value, that is time value, likewise position value, and there are certain types of values, and these values should be imparted to the consumers. So that's also one of the important objectives of logistics management. And at the same time, we should get the raw materials, and we should get the semi-finished goods at the right time to ensure the smooth functioning of the organization, and we should ensure the profitability of the organization. And all these are the objectives of logistics management, and we can see the main points one by one. The first one is to provide time, place, value to the products. Time value as well as place value of the products. And what do you mean by time value? What is time value? Time value means the value derived to the customers from getting the timely supply of goods and services. That is time value. When the customers are getting goods and services at the right time, that means at the time when it is demanded, it is known as time value. And what is place value? As the right time, it should also be available at the right place also. എവിടെയാണോ കസ്റ്റമേഴ്സ് ഉള്ളത്, ഉള്ള സ്ഥലങ്ങളിലായിരിക്കണം അത് എന്താവേണ്ടത്, അവൈലബിൾ ആയിരിക്കേണ്ടത്. സോ ദറ്റ്സ് എ ടൈം ആൻഡ് പ്ലേസ് value of products. So it can be ensured through logistics management. And the next one is to improve the quality of customer service. The customer service, the services we are giving to the customers, the effectiveness and the efficiency of those services can be improved with the help of logistics management. We can make it in a speedier manner, in a faster manner, the same time in an effective manner if there is an effective system of logistics management. The next one, to ensure timely supply of products. Timely supply is very important because when we are issuing certain finished products to another company or another individual, he may use it for some other purpose. Then he can meet only if it is supplied at the right time. അല്ലേ, അത് ശരിയായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് റൈറ്റ് ടൈമിൽ എന്ത് ചെയ്തിരിക്കണം, അത് സപ്ലൈ ചെയ്തിരിക്കണം. ആൻഡ് ടൈംലി സപ്ലൈ, ദർ ആർ സോ മെനി എക്സാമ്പിൾസ് for there is umbrellas before the beginning of the rainy season. Umbrellas should be available to the consumers, and all the companies producing umbrellas, they are competing and they are trying to sell the maximum in the rainy season and not after that. So that is a peculiarity of that season. So that there should be timely supply. At the same time, woolen goods before the advent of winter season. Woolen goods ആണെന്നുണ്ടെങ്കിൽ winter season സിവിയർ ആവുന്നതിന് മുമ്പ് തന്നെ അത് കൊടുത്തിരിക്കണം. Cakes during Christmas season. Okay, so these are the examples of timely supply of goods. So time is very important. And next one, to reduce the inventory levels. Inventory levels should be reduced, and so much of inventory should not be kept inside the organization, and that may have an effect of our blocking and blocking of fund only in
inventory that may be that can be used productively for any other purpose. So this inventory level should be maintained at the minimum level, and we have seen that so many in the previous classes. In one of the classes we have discussed that the importance of inventory levels: maximum level, minimum level, average level, danger level, economic order quantity, all these peculiar levels and peculiar calculations relating to the effectiveness of maintaining or necessity of maintaining inventory levels. So that's also an important thing. And next one, to reduce the cost of transportation and reduce the cost of this logistics. Logistics cost is a part of total cost, and we should always try to minimize this logistics cost. Then only we can ensure the fair pricing of goods and services. Fair pricing ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് അത് എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കോസ്റ്റ് ഒരു ഒപ്റ്റിമൽ ലെവലിൽ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. ആൻഡ് ഇറ്റ് എയിംസ് ടു അച്ചീവ് കോസ്റ്റ് റിഡക്ഷൻ ത്രൂ efficient material handling, quick movement of materials and products, increased stock turnover, reduced inventory, proper layout of warehouses, etc. So ഇതൊക്കെ നമ്മളെ എന്തിനു സഹായിക്കും? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, ടു ഇൻക്രീസ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ആൻഡ് എഫക്റ്റീവ് ലോജിസ്റ്റിക്സ് സിസ്റ്റം വിൽ ഓൾവേസ് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ sales as well as the profitability of the concern. And next one, to achieve competitive advantage. കോമ്പറ്റിറ്റീവ്, എപ്പോഴും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ആ ഒരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ ടൈമിലി ഓർഡേഴ്സ് മീറ്റ് ചെയ്യുന്ന, ടൈമിലി ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന, ടൈമിലി ഇൻഫർമേഷൻസ് കൊടുക്കുന്ന, അല്ലേ, ടൈമിലി റോ മെറ്റീരിയൽസ് പ്ലാന്റിലേക്ക് ഫീഡ് ചെയ്യുന്ന, അങ്ങനെയുള്ള ഓർഗനൈസേഷനുകൾക്കായിരിക്കും എപ്പോഴും ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, അല്ലേ, ആ ഒരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്. സോ ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എയിംസ് ടു ബിൽഡ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ആസ് എ ടൂൾ ഫോർ അച്ചീവിങ് ദ ബിസിനസ് സക്സസ്. ആൻഡ് ഇത് തീർച്ചയായിട്ടും അവരെ സക്സസ്സിലേക്ക് നയിക്കും എന്നുള്ളതിന് സംശയമില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. Improve this the performance of supply chain management. And what do you mean by supply chain management? Supply chain management is a broader concept, and this logistics management is only a part of it. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഒരു സംഭവമാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇസ് എ ബിഗ്ഗർ കോൺസെപ്റ്റ് ആണ്. It includes quantitative and qualitative interconnections between various physical and other flows of materials, equipments and other resources. അങ്ങനെ ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും മീറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട സോ മെനി മെഷർമെൻറ്റുകൾ എടുത്തുകൊണ്ടുള്ളൊരു വലിയൊരു കോൺസെപ്റ്റാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഒരു പരിധിവരെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, ടു ഡെവലപ്പ് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാൻ. ആൻഡ് എഫിഷ്യൻസി ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് depends on the coordination of different elements involved in the system, and coordination is achieved through effective communication. Logistics management നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനുള്ളിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒരുമിച്ച് എന്ത് ചെയ്യേണ്ടി വരും, പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. സോ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസായിട്ട് അവിടെ വേണ്ടൊരു കാര്യമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അറിയിക്കാനായിട്ട് സാധിച്ചാൽ മാത്രമേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ദീസ് ആർ ദ വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോജിസ്റ്റിക്സ് management, and today in this class we have discussed what are the important logistics activities, as also we have studied the important objectives of logistics management, and ഇനിയും കുറച്ച് ടോപ്പിക്കുകൾ കൂടി ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിനോടനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നോക്കാനുണ്ട്. ആൻഡ് വി ക്യാൻ സീ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ്